2 സെക്കൻഡ് ഒന്ന് ഷോക്കായി പോയി. ഇങ്ങനെയാണ് ഇവിടെ എന്തോ പതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടാ. ഒന്ന് പോയി നോക്കണം. ഈ വടിയെടുത്തിട്ടുണ്ട്, കുറച്ച് തീ ഇട്ട് വെച്ചിട്ടുണ്ട്. അതാ 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 ഇപ്പം നമ്മളെ നോക്കുന്നുണ്ട്. Human alien madness. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട്, ഭയങ്കര ഗ്യാപ്പായി പോയി. എനിക്കൊന്ന് ഒരു 1.5 മാസമായി തോന്നുന്നുണ്ട്. പിന്നെ മടി, ചൂട്, കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. ഇവിടെ വന്നേരാണ്. ഇവിടെ കുറച്ച് നല്ല തണുപ്പുണ്ട്. അപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് അക്കരെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ ഭയങ്കര ഡീപ്പാണ്. ഞാൻ വിചാരിക്കുന്നത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ആ സൈഡിൽ അവിടെ ടെൻറ്റ് പിച്ച് ചെയ്തിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാമെന്നായിരിക്കും. നല്ല വ്യൂ ഉള്ള സ്ഥലമാട്ടാ, ചുറ്റും പാറക്കെട്ടാണ്. അതിൻ്റെ നടുക്കാണ് ഇപ്പം ഞാൻ ഉള്ളത്. ഒരു സിങ്കോൾ പോലത്തെ ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ടെൻറ്റിൻ്റെ പരിപാടി നോക്കട്ടെ. അഞ്ചേ മുക്കാലായി ഏട്ടാ. തവളൻ്റെ കരച്ചിൽ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പക്ഷികൾ മേലെ നിന്ന് പറന്ന് കളിക്കുന്നുണ്ട്. മറ്റേ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ പക്ഷികളില്ല, അതാണ്. അപ്പോൾ ടെൻറ്റ് ഇവിടെ തന്നെ പിച്ച് ചെയ്യാന്നിരിക്കും. ഇവിടെ നനവൊന്നുമില്ല, അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നനവാണ്. ഇവിടെ കുറച്ച് കുട്ട കല്ലുണ്ട്, അതെടുത്ത് കളയണം. കല്ലുണ്ട, ഈ കല്ലെല്ലാം കുറച്ച് ദൂരം ഇട്ടിട്ട്
ആ ടെൻറ്റിന് കണക്കായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പോൾ ടെൻ്റെല്ലാം സെറ്റായിട്ടുണ്ട്. ബാഗും ഉള്ളിൽ വെച്ചിട്ട് സ്ലീപ്പിംഗ് ബാഗും അവിടെ പിരിച്ചു വെക്കാം. അപ്പം പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ ഉണ്ട് കേട്ടോ. ബാഗ് എടുത്ത് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. സ്ലീപ്പിംഗ് ബാഗ് വിരിച്ചാടെ വെക്കാം. പിന്നെ നാട്ടിലുള്ള അത്ര ചൂടില്ല കേട്ടോ. നാട്ടിൽ ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇവിടെ ഉച്ചക്ക് ഞാൻ വരുമ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷേ ചൂട് കുറവാണ്. നല്ല കാറ്റുമുണ്ട് ഈ ഒരു ഏരിയയിൽ. ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഇനി നൗഷാദ് വരുമോയെന്നറിയില്ല. വരുമായിരിക്കും. ഒന്നും കൂടി വിളിച്ചു നോക്കാം. ഇവിടെ റേഞ്ചും ഇല്ല, അതാ പ്രശ്നം. ഈ സ്ഥലം കണ്ടോ? ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നല്ല കിളികളെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ സമയം 6:30 പുള്ളിക്കാരനെ കാണുന്നില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഒന്നിച്ച് ചെയ്യാം. ഒന്നിച്ചിട്ടെന്തായാലും ചെയ്യില്ല. പുള്ളി എന്തായാലും പുള്ളിൻ്റെ ടെൻറ്റ് കൊണ്ടുവരും. പിന്നെ ഒരാളുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ധൈര്യമാണ്. കുറേ കാലമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുഷ്പുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. പിന്നെ ഇവിടെ വലിയൊരു ചൂടില്ല, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. എന്തായാലും ടെൻറ്റിൻ്റെ അടുത്തേക്ക് നടക്കുക. പിന്നീടുള്ള വ്യൂ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് സ്ഥിതി. ഈ ട്രാപ്പിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഒരു ട്രാപ്പ് പോലെയാണ് ഉള്ളത്. ഒരു കിണർ പോലെ, വലിയൊരു കിണർ പോലെയാണ്. ചുറ്റും പാറയാണ്. അങ്ങേ സൈഡ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടാണ്, ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ ആണെങ്കിൽ സേഫാണ്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സേഫ് അല്ല. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ എന്തെങ്കിലും ചായ കാപ്പിയോ എന്തെങ്കിലും ഇട്ട് കുടിക്കട്ടെ. വന്നിട്ട് ക്ഷീണം മാറ്റണ്ടേ. ഒരു ചായ ഇട്ട് കുടിക്കണം. ഇതിൽ ഫുള്ള് തവളകളാണ്. അപ്പോൾ ചായ കുടിക്കല.
നല്ല കാറ്റാട്ടാ, അടിപൊളി കാറ്റാ. ചൂട് എന്ന് പറയുന്ന സാധനമേ ഇല്ല, നല്ല ക്ലൈമറ്റ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതേപോലെ ഒരു ചായ ഇട്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എന്തിനാ ജീവിക്കുന്നല്ലേ. അരെ വാ, നൗഷാദ് വന്നിട്ടുണ്ട് കേട്ടാ, പണിക്കാരൻ അവരല്ലേ വരുന്നുണ്ട്. ആ കണ്ടാ, പുള്ളി ഇതിൻ്റെ അക്കരെയുള്ള കേട്ടോ. അതിലേയും വരാം, പക്ഷെ പുള്ളി അവിടെയാണ് ടെൻ്റ് ഇട്ടുള്ളത്. എൻ്റെ ടെൻ്റ് ഇതാ എവിടെയാണ്. ഇവിടെ ഒരു ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ടെൻറ്റിൽ വേറെ ഒരു ലൈറ്റ് ഉണ്ട്. സ്റ്റോവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നിറച്ച് തവളയാട്ടാ, ചെറിയ ചെറിയ തവളകൾ. നല്ല കാറ്റടിക്കുന്നു. ഇതിൻ്റെ അകത്ത് കുറേ മീനുണ്ട് കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്താ വേണ്ട, എന്ത് മീനാണെന്ന് അറിയില്ല. പരലാന്ന് തോന്നുന്നു. വേണ്ട, ഇതെന്താ ജീവി, ആർക്കും അറിയെങ്കിൽ പറയണം കേട്ടോ. വേണ്ട, മീനുണ്ട. ഇവിടെ കണ്ട മീനെ കണ്ട, തവള കണ്ട. നല്ല ഇരുടായതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും വിറക് സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കണം. ഇങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. അവിടെ എന്തോ പതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടാ. കാണുന്നുണ്ട് നിങ്ങൾ? അവിടെ കണ്ട, ആ സ്പോട്ട് കണ്ട. കാണുന്നുണ്ടോ? ഞാൻ സൂമാക്കി കാണിച്ചു തരാം. അവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല. ഇത് നന്നായിട്ട് കാണുന്നുണ്ട് കണ്ട. ഇത് ഇരുടായതുകൊണ്ട് സൂമാക്കാൻ പറ്റുന്നില്ല. ഒന്ന് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് നോക്കട്ടെ. ഈ ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ക്യാമറയിൽ ഒരു മിനിറ്റ്, അതിൻ്റെ കണ്ണ് ഗ്ലോ ചെയ്യുന്ന കാണുന്നുണ്ട് നിങ്ങൾക്ക്? എന്താണെന്നറിയില്ല, പുലിയാണോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും രാത്രി ഇറങ്ങുന്ന മരപ്പട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് എന്താ ജീവി എന്ന് മനസ്സിലാവില്ല. നോക്കിയാ വേണ്ട, പുലിയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. നോക്കിയേ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം കാണുന്നില്ല, ക്യാമറയിൽ കണിഞ്ഞിട്ടോന്ന് അറിയില്ല. ഞാൻ അവിടെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ടെൻ്റ് എവിടെയാണ് വേണ്ട, ഞാൻ ഇങ്ങോട്ടേക്ക്
നടന്നു വന്നാൽ ഒന്ന് വിറക് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടേ. അവിടെ നല്ല വലിപ്പമുണ്ട് കേട്ടോ, പട്ടീനേക്കാളും കുറച്ച് വലിപ്പമുണ്ട്. ലെപ്പേഡാണോ അല്ലെങ്കിൽ ലെപ്പേഡ് തന്നെയാനാണ് സാധ്യത കേട്ടോ. പക്ഷെ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് താഴെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നില്ല. ക്യാമറയിൽ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇവിടുന്ന് തിരിഞ്ഞടിക്കുന്നത് വലിയ സേഫല്ല. പെട്ടെന്ന് ടെൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോവാം, അതാ നല്ല. ഞാനേ പുലിയാന്ന് തോന്നുന്നുണ്ട് അവിടെ. ഞാൻ വിറക് നോക്കാൻ വേണ്ടിയിട്ട് ക്യാമറ പതിഞ്ഞ് ഇതിൽ കാണുന്നില്ല. ഞാൻ സൂം ചെയ്തിട്ട് എടുത്ത് അപ്പോൾ ഒരു മിനിറ്റ്, ഇതിൽ കാണൂല. എൻ്റെ ഈ ഹെഡ് ലൈറ്റുള്ള ലൈറ്റ് കൊണ്ട് അതിനെ കാണുന്നില്ല. അതന്നെ 2 കണ്ണ് കാണുന്നത്. എൻ്റെ ടെൻറ്റിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ. ഇവിടെ ഇതിൽ കാണുന്നില്ല. ഈ ബ്രൈറ്റ് ലൈറ്റിൽ അതിൻ്റെ കണ്ണ് ക്ലോ ചെയ്യുന്നില്ല. ഒന്ന് പോയി നോക്കണ, നല്ല വലിപ്പമാണ്. ഞാൻ വടിയെടുത്ത്, വേറെ ലൈറ്റ് ഉണ്ട്, ടോർച്ചുണ്ട്, ഈ വടിയെടുത്തിട്ടുണ്ട്. അത് ക്യാമറ എടുക്ക. എൻ്റെ മോനെ സംഭവം ഞാൻ വിറക് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്ന് നന്നായി. അന്നേരം അതിനെ കണ്ടത്. കണ്ട കണ്ണ് കളഞ്ഞുണ്ട്. ഒരു മിനിറ്റ് അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഞാൻ ഇതിനകത്ത് കണിഞ്ഞിട്ടുണ്ട് എന്തായാലും. ഞാൻ പിന്നെ ഇതിൽ കുടുങ്ങിയിട്ട് അത് കണ്ടപ്പോഴാണ് ഞാനൊന്ന് കൺഫേം ചെയ്തത്. അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലുണ്ണിയോ അതുണ്ട് എൻ്റെ അവിടെ ഉണ്ടല്ലോ, ടെൻറ്റിലുണ്ടല്ലോ. എടുത്തോ, എന്തായാലും റിസ്ക് എടുക്കണ്ട. എന്താ ചെയ്യാ, അല്ല ഒച്ച ഉണ്ടായിക്കോട്ടെ, എന്നാലും അത് പോവുള്ളൂ. അല്ലെങ്കിൽ ക്യാമറയിൽ ഓൾറെഡി കിട്ടി. കിട്ടിയിട്ടുണ്ട്, നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഒച്ച ഉണ്ടാക്കിയില്ല, അത് പോവില്ല. പോകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇങ്ങോട്ട് വരാണെന്നാ മതി. അതാ കണ്ട കാണുന്നുണ്ടാ അതെ അവിടെ എൻ്റെ ഈ ഡിം ലൈറ്റിൽ കാണുന്നുണ്ട് അവിടെ. അതാ കണ്ട ഞാൻ അതാ ഇതാ ഇവിടെയാണ് ഉള്ളത്. ഉണ്ടാ അങ്ങോട്ട് പോന്നാ അതാ പറഞ്ഞത്. ഒന്നും കൂടി ഇതിനകത്ത് കിട്ടുമോ നോക്കാം നമുക്ക്. അവിടെ ഒരു ഗുഹ മാതിരി കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അവിടെ പതുങ്ങി ഇരുന്നിട്ടില്ല. ഒന്ന് ഈ ലൈറ്റ് ഇങ്ങനെ പിടിച്ചാ, ഞാൻ ഒന്ന് നോക്കട്ടെ. ഈ ലൈറ്റ് പിടിക്കും, എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പിടി, ഇങ്ങനെ പിടി, ഇതിവിടെ തന്നെ പിടിക്കാം. ടോർച്ച് അവിടെ തന്നെ പിടിച്ചാ ശരിക്കും പിടി. ഇവിടെ മാറ്ററേ, സൂം ആക്കണോ? ആണോ, ഇത് കുറച്ച് ചെറിയ സൂം ആക്കിയാ വെച്ചോളെ. അത് തന്നെ വെച്ചോ. ഇല്ല പ്രശ്നമില്ല, അടിച്ചോ. നോക്കാലോ, എന്താന്ന് നോക്കാലോ. അവിടെ തന്നെയാണേ. എല്ലാം നോക്കട്ടെ, എന്താ സംഭവം നോക്കട്ടെ. ഉണ്ട് ഒരു മിനിറ്റേ. അതാ മോനെ, അടി ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് റൈറ്റില് താട്ടെ കുറച്ചും കൂടി. അവിടെ അതാ പോന്നു കണ്ടാ, അതാ പോന്നു. അതാ അവിടെ നിൽക്കുന്നു. സംഭവം പോയിട്ടില്ല കേട്ടാ. അതാ പോന്നതാ കണ്ടാ. അതാ ഒരു മിനിറ്റേ, ഇപ്പം കയറിപ്പോകുന്നത്. കയറിപ്പോന്നില്ലേ? അതാ ഇപ്പം നമ്മളെ നോക്കുന്നുണ്ട്.
അതാ 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 പോന്നു. പക്ഷേ ആ ഇത് സംഭവം നമ്മളെ നോക്കി കേട്ടോ, ഏ നമ്മളെ നോക്കി അതാ 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 കയറി, ആ പാറ കയറി കയറിപ്പോയി. എനിക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് കിട്ടും. അതാ 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 ഈ ടോർച്ചിന്റെ കറക്റ്റ് സ്പോട്ടിലാണ്. അതാ 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 പോന്നു. അതാ 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 തുള്ളി ജമ്പ് ചെയ്ത്. സ്റ്റിക്ക് അടുത്തന്നെ നോക്കട്ടെ. പുലീനെ കണ്ടതോട് കൂടിയിട്ട് ചെറിയൊരു പേടിയുണ്ട്. പുലി എന്തായാലും മനുഷ്യനെ അങ്ങനെ ഒന്നും ഉപദ്രവിക്കാറില്ല, എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട നല്ലതല്ലേ. എന്തായാലും ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നെല്ലാം വിചാരിച്ച, ഇനി എന്തായാലും ഒരു പണിയുമില്ല. ഇനി 2 പഴമുണ്ട്, നേന്ത്രപ്പഴം, പിന്നെ 2 മുട്ട ഒന്ന് പുഴുങ്ങ, വേറൊരു ഓപ്ഷനും ഇല്ല. നേന്ത്രപ്പഴമുണ്ട്, അത് കഴിക്കട്ടെ. എന്നിട്ട് പെട്ടെന്ന് ടെൻറ്റിൽ കയറി അടങ്ങുക, അതാ നല്ല. പുലി നല്ല വലിയ സൈസൊന്നുമില്ല, ഒരു ആവറേജ് സൈസ്. എന്തായാലും പഴം കഴിക്കാം, അധികം റിസ്ക് എടുക്കുന്നില്ല. പെട്ടെന്ന് മുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ പുലിനെ. ഞാൻ പോയിൻ്റല്ല 2x-ലോ 4x-ലോ അങ്ങനെ എന്താ എടുത്തത്. അപ്പോൾ അതിനെ ശരിക്കൊന്ന് കാണാൻ പറ്റിയ കണ്ണ് ഞാൻ ആദ്യമേ കാണുന്നുണ്ട്. ഞാൻ ഒന്ന് വിറകെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് പോയപ്പോഴാണ് കുറച്ചും കൂടി തെളിഞ്ഞ് കാണാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കാല് അനക്കം കണ്ടപ്പോൾ, ഞാൻ സംസാരിക്കുന്ന ഒച്ച കേട്ടപ്പം അത് മേലോട്ടേക്ക് മെല്ലെ പതുങ്ങി നടക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ ശരിക്കും കണ്ടത്. അവരതിൻ്റെ കണ്ണ് മാത്രമേ കാണുന്നുണ്ടായിരുന്നു. എന്നാലും പുള്ളിക്കാരൻ ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനമുണ്ട്, ഒറ്റക്കില്ലല്ലോ. എൻ്റെ മുട്ട ഉണ്ട്, അത് പുഴുങ്ങട്ടെ. നല്ല വിശപ്പുണ്ട്. സമയം 9:45. പുലിനെ കണ്ടുകൊണ്ട് കുറേ സമയം അതങ്ങനെ പോയി. കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന്, ഇവിടുന്ന് പോകണോ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണോ. പിന്നെ ഏതായാലും വന്നതല്ല, രണ്ടും കൽപ്പിച്ച് ഇവിടെ തന്നെ നിൽക്കുക, വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇത് പോകണേ കുറച്ച് പോകാനുണ്ട്. ഇപ്പോൾ തിരിച്ചു പോക്കെല്ലാം വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ടെൻറ്റിൽ തന്നെ നിൽക്കാം. കാറ്റെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കാറ്റാണ്. പിന്നെ നല്ല കാറ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ടോർച്ച് അടിച്ചിട്ട്. ഓ ഇല്ല, അത് ആ ടോപ്പിൽ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയില്ല, ആ ടോപ്പിൽ അവിടെ സ്റ്റോപ്പായിട്ടുണ്ട്, അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട്. ഞങ്ങളെന്തായാലും അത് ടാർഗറ്റ് ചെയ്യുന്നില്ല. സംഭവം വേറെ എന്തോ വേറെ. അപ്പം ഇങ്ങനെ നടക്കുക. അല്ല, ഞാൻ ഇന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചാ, അത് ക്യാൻസൽ ചെയ്ത്. ഞാൻ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പഴം കഴിച്ച് മുട്ട പുഴുങ്ങിയിട്ട് ടെൻറ്റിലേക്ക് കയറേണ്ട പരിപാടിയാ. ഏതെങ്കിലും ഒരു സ്പോട്ടിൽ 2 ആൾ നിൽക്കുന്നതാ നല്ല. അഥവാ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാനാണെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് ചാർജ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരും. അങ്ങോട്ടേക്ക് പോയി. ഇല്ല, ആ സൈസ് ഇല്ല. അത് മാത്രല്ല, അതിന് അത്ര വലിയ സൈസ് ഇല്ല, ചെറിയ പുലിയാ.
പുള്ളി ചോദിക്കായിരുന്നു, ഞാൻ ഈ പുലീൻ്റെ സൈഡിലല്ല ഉള്ളത്, പുള്ളി അങ്ങേ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ പുലി ആ പാറൻ്റെ ഏറ്റവും ടോപ്പിലാണ്. നന്നായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ക്യാമറയിൽ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുട്ട ഏകദേശം ബോയിലായി കേട്ടോ. തവളൻ്റെ സോങ് കണ്ടോ, നല്ല അടിപൊളി സോങ്. ഓ നല്ല ചൂടാ. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിന് നമ്മളെന്തായാലും പേടിക്കണം എന്ന് പറഞ്ഞാൽ ആനിമൽസിൻ്റെതായ റൂൾസാണ്, അല്ലാണ്ട് മനുഷ്യൻ്റെ റൂൾസൊന്നും ആനിമൽസിനില്ല. അപ്പോൾ ഇന്നയാളെ പിടിക്കാൻ പാടുണ്ടെന്നൊന്നും ആനിമൽസിന് അങ്ങനെ ഒരു റൂൾസേ ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ സൈഡ് ഞങ്ങൾ സേഫ് ആക്കണം, ആ ഒരു പേടിയുണ്ട്. പക്ഷേ മറ്റുള്ള എന്താ പറയുക, ഒറ്റക്ക് നിൽക്കുന്നതിനെ കൊണ്ടുള്ള പേടിയോ അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഈ എഗ്ഗൊന്ന് സെറ്റായി ഒന്ന് കഴിക്കണം. നല്ല ചൂടാ. ഏകദേശം ശരി റെഡിയായി കേട്ടോ എഗ്ഗ്. ബാക്കിലും സൈഡിലെല്ലാം ഒന്ന് നോക്കുന്ന നല്ലതാണ്. ചൂടുണ്ട്. കുറേ കാലം വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ആ ഒരു എന്താ പറയുക, ഒരു മടുപ്പുണ്ട്. ആ പുലീനെ കണ്ടേരം എല്ലാം അങ്ങ് സെറ്റായി, പഴയ എനർജി തിരിച്ചു വന്നു. രണ്ടാമത്തെ എഗ്ഗും കൂടിയും ഫിനിഷ് ചെയ്യേണ്ട പരിപാടിയാണ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഇനി നേരെ ടെൻറ്റിൽ കയറുക, കിടക്കുക, ഉറങ്ങുക, രാവിലെ എണീക്കുക, സ്ഥലം വിടുക, വേറൊരു സ്പോട്ട് നോക്കുക, അടുത്ത വീഡിയോനുള്ള സെറ്റപ്പ് എടുക്കുക. ഇതൊക്കെയാണ് എക്സ്പീരിയൻസ്. കണ്ട, ഇങ്ങനെ ക്യാമ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇങ്ങനെ പല എക്സ്പീരിയൻസും ഉണ്ടാവും. ഇങ്ങനെ പുലി, വൈൽഡ് ആനിമൽസ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രശ്നം, അല്ലെങ്കിൽ മറ്റുള്ള ജന്തുക്കൾ, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജിന്ന്, പ്രേതം, യക്ഷി, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അതൊക്കെയാണ് രസം അല്ലേ? സമയം 10:45. ഇന്ന് നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് പെട്ടെന്ന് കിടക്കാമെന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷെ അതിൻ്റെ ഇടക്ക് പുലീനെ കണ്ടുതരാം, അവിടെ കുറേ സമയം പോയി. സമയം പോയില്ല, പുലി പോകുന്നവരെ നോക്കി നിന്നു. പുലി അങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇവിടുന്ന് വിട്ട് പോകുന്നുണ്ടോ എല്ലാം നോക്കി കുറേ നേരം നിന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. നല്ല മാക്രീൻ്റെ ഒച്ച കേട്ടാ. എന്താ ഒരു രക്ഷയില്ലായിട്ട് കുറച്ച് പുല്ല് എടുത്തുകൊണ്ട് വന്നിട്ട്, ഉണങ്ങിയ പുല്ല്, അത് കുറച്ച് തീ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്, കിടക്കട്ടെ.
പുറത്ത് കഴിച്ചു വെക്കുന്ന വലിയ സേഫ് അല്ല, അതുകൊണ്ട് ഉള്ളിൽ തന്നെ അയച്ചു വെക്കാം. നല്ല ഓക്കെ, എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ ആയി കേട്ടാ, സമയം 6 മണിയായി. ഞാൻ കുറച്ചിങ്ങനെ കറങ്ങി നോക്കുമായിരുന്നു ഈ ഭാഗത്ത്. ഇന്നലെ മറ്റേ ലെപ്പേർഡാണോ അല്ലെങ്കിൽ പിന്നെ മറ്റേ വൈൽഡ് കാറ്റാണോ എന്നറിയില്ല, നല്ല സൈസ് ഉണ്ടായിരുന്നു. അതും കാണുമ്പോൾ ലെപ്പേർഡിൻ്റെ അതേ ഒരു ഷേപ്പ്. അങ്ങനെയാണ് ലെപ്പേർഡാണ് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. എന്നാലും അറിയില്ല, ചിലപ്പം വൈൽഡ് കാറ്റും ആവാം. പക്ഷെ നല്ല സൈസുള്ള സാധനമായിരുന്നു. അത് അവിടെയായിരുന്നു ഇന്നലെ കണ്ടത്. ആ ലൊക്കേഷൻ ഉണ്ട്, എൻ്റെ ടെൻ്റ് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇതായിരുന്നു ലൊക്കേഷൻ. ഇവിടെ ഇങ്ങനെ തോടുമെല്ലാം ആയിട്ട് നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഒരു 360 വ്യൂ കാണിച്ചു തരാം. വേണ്ട, കുരങ്ങനെ അലാം കോൾ കൊടുക്കുന്നുണ്ടോ? അതിൻ്റെ ടോപ്പിൽ നിന്നിട്ട് ഫുള്ളായിട്ട് നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇളകുന്നുണ്ടപ്പോൾ അത് അലാം കോൾ കൊടുക്കുക. കണ്ട, ആ കുന്നിൻ്റെ ടോപ്പിലുള്ള ചേട്ടാ, മറ്റുള്ള കുരങ്ങന്മാർക്ക് സിഗ്നൽ കൊടുക്കുന്നതാണ്. ഇവിടെ കാണാനൊന്നുമില്ല, ഈ പാറക്കെട്ടാണ്. പാറക്കെട്ട്, പിന്നെ ഇങ്ങനെ ഈ തടാകം പോലെ ചെറിയൊരു തോടുണ്ട്. വേറെ ഇതിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റാണ് അങ്ങേ സൈഡിൽ. പുള്ളിക്കാരൻ അവിടെ ഉണ്ട്, എണീച്ചിട്ടുണ്ട്. പിന്നെ ഇനി എന്തായാലും ഇവിടുന്ന് സ്ഥലം വിട്ടിട്ട് വേറൊരു നല്ല ലൊക്കേഷനിലേക്ക് പോയിട്ട് വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ശരി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, പിന്നെ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ടെൻ്റെല്ലാം മടക്കിയിട്ട് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോട്ടെ. ഓക്കെ.